പടം വരയ്ക്കാൻ അറിയാമോയെന്ന് ചോദിച്ചാൽ വരയ്ക്കാൻ ഞാൻ വലിയ പുള്ളിയൊന്നുമല്ല. പക്ഷേ ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അനുജയായിരുന്നു ഈ ഒരു കേക്കിന് എനിക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്ന ടാസ്ക് ഇതായിരുന്നു കേട്ടോ. ചേച്ചി ഇതേപോലെ എനിക്ക് കേക്കിലൊന്ന് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു. വരയ്ക്കാൻ കുറച്ച് ടാസ്ക്കാണ്, പക്ഷേ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ടൂത്ത് പിക്ക് കൊണ്ട് ജസ്റ്റ് ഞാനൊരു ഔട്ടർ ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. ലൈൻ വരച്ച് കൊടുക്കുക എന്നത് സിമ്പിളായിട്ടുള്ള ഒരു കാര്യമല്ല കേട്ടോ. അപ്പോൾ കുറേ തവണ ഞാൻ വരച്ചു, അത് കുളവായി, വീണ്ടും വരച്ചു, പിന്നെയും കുളവായി. അങ്ങനെ കുറേ തവണ വരച്ച് അവസാനം എനിക്ക് ഓക്കെ ആയി എന്ന് തോന്നിയ ആ ഒരു ടൈമിലാണ് ഞാൻ പിന്നെ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് നമ്മുടെ ആ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. കുറേ ആനിവേഴ്സറി കേക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഒരെണ്ണം ആദ്യമായിട്ടാട്ടോ. അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരുന്ന ടൈമിലെല്ലാം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യം, ഇത് കാണുമ്പോഴുള്ള അവരുടെ അവസ്ഥ എന്തായിരിക്കും എന്നായിരുന്നു. ഇതൊരു 1/2 kg കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ 1/2 kg കേക്ക് ആയതുകൊണ്ട് നമുക്ക് സ്ഥലപരിമിതി വളരെ കുറവായിരുന്നു. അപ്പോൾ കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് ഡ്രോയിങ്ങും വേണം, അതേപോലെ തന്നെ എഴുതാനുള്ളത് എഴുതുകയും ചെയ്യണം. അപ്പോൾ എഴുതാനുള്ളത് കുറച്ച് കൂടുതലുണ്ടായിരുന്നു. സ്ഥലമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കേക്കെല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനുജയോട് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താണ് അവരുടെ റിയാക്ഷൻ എന്നുള്ളത് സെപ്പറേറ്റ് ഒരു വീഡിയോ എടുത്ത് എനിക്കൊന്ന് ഇട്ട് തരണേന്ന്. കാര്യം എന്തായാലും അത് നല്ല ബെസ്റ്റ് വീഡിയോ ആയിരിക്കും എന്ന് എനിക്കറിയായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ എനിക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ടേക്കാം. അപ്പോൾ ഡ്രോയിങ്ങും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.